വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വീണ്ടും മറ്റൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ് നമ്മുടെ മോർണിംഗ് വാക്ക്. അതെ, എല്ലാവരും 1 മണിക്കൂർ നേരത്തെ എഴുന്നേറ്റ് കമന്റ് ബോക്സിൽ ഹാജരായിട്ടുണ്ട്. ഹാജരാകണം എല്ലാവരും. നമ്മൾ ഇന്ന് നിൽക്കുന്നത് മനോഹരിയായ കൊച്ചിയുടെ ആ ഹൃദയഭാഗത്ത് വേമ്പനാട് കായലിന്റെ നടുക്ക് ആ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പച്ചത്തുരുത്ത്, മനോഹരനോ മനോഹരിയോ ആയ ആ കൊച്ചിയുടെ പച്ചത്തുരുത്തിലാണ്, കടമക്കുടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു 14ഓളം ദ്വീപുകളുള്ള മനോഹരമായ പ്രദേശം. മാത്രമല്ല പ്രകൃതി അത്ര കണ്ടല്ലേ, മനോഹരമായ ദൃശ്യങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലത്താണ് കടമക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത്. ഒരുപാട് പേർ ഇവിടെ മോർണിംഗ് വാക്കിനായി എത്തുന്നുണ്ട്. രാവിലെ ജോലിക്ക് പോകുന്ന ആൾക്കാർ ഇവിടെ കാണാം. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. പ്രകൃതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മോർണിംഗ് തുടങ്ങും. പ്രജിന് ഇവിടെ ആണെങ്കിൽ ചെറിയ കടമക്കുടി, വലിയ കടമക്കുടി, പിഴല, അങ്ങനെ ഒരു പിടി ദ്വീപുകളാണ് ഇവിടെ. ഓരോ ദ്വീപുകളും ഞാനാണോ സുന്ദരി, ഞാനാണോ സുന്ദരൻ, ഞാനാണോ സുന്ദരി എന്ന് പറഞ്ഞ് ഇങ്ങനെ എത്തി നോക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ സൂര്യോദയം കാണാനും സൂര്യാസ്തമയം കാണാനും ഒരുപാട് പേര് വരാറുണ്ട്. നടക്കാൻ ആൾക്കാർ വരാറുണ്ട്. ശുദ്ധമായ പ്രകൃതി, ശുദ്ധമായ വായു, ഇതൊക്കെ ശ്വസിച്ചുകൊണ്ട്. മാത്രമല്ല നമ്മൾ ഉച്ചയ്ക്കൊക്കെ നല്ല ഭക്ഷണപ്രിയരാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല തുമ്പപ്പൂ ചോറ്, നല്ല ചെമ്മീൻ റോസ്റ്റ്, ഞണ്ട് കറി, ഇതൊക്കെ നല്ല സൂപ്പർ ആയിട്ടുള്ള ഗംഭീര വൈബാണ്. ഗംഭീരമായ ഫുഡ് കിട്ടും. അത് രാവിലെ ഇത് പറഞ്ഞാൽ എന്താ കുഴപ്പം? നല്ല കാര്യങ്ങൾ പറഞ്ഞല്ലേ നമ്മൾ തുടങ്ങിയത്. ഉച്ചയുടെ കാര്യം രാവിലെ തന്നെ പറയണം. അതെ, കാരണം നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. പ്ലാൻഡ് അല്ല നമ്മളൊരു കാര്യം ചെയ്താൽ പാളിപ്പോകും. ശരി. അപ്പോ ഇന്ന് പ്രേക്ഷകർ അറിയുന്നു 2024 നവംബർ മാസം 30-ാം തീയതിയാണ് ഈ മാസത്തെ അവസാന ദിവസം എന്ന് പറയാം അല്ലെ. അപ്പോൾ ഡിസംബറിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് ശനിയാഴ്ച ദിവസമാണ്. അപ്പൊ അതിന്റെ ഒരു ആലസ്യമൊക്കെ ഒരുപക്ഷെ ചിലർക്കൊക്കെ കാണാം. അപ്പൊ അതൊന്നും വേണ്ട, നമുക്ക് പാട്ടുവല്ലോ പാടണോ? ഇവിടെ വരുമ്പോ നമുക്ക് എന്താണ് പ്രഭാതത്തിന്റെ ആ ഒരു സുഖം അല്ലെ, അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൽ തുടങ്ങാം അല്ലെ. പ്രകൃതി ഏറ്റവും നന്നായിട്ട് സിനിമാ പാട്ടുകളിൽ വർണ്ണിച്ചിരിക്കുന്ന ആരാന്നറിയോ? ഭാസ്കര മാഷ. ഭാസ്കര മാഷിന്റെ ഒരു 4 വരി പാടിക്കൊണ്ടു തുടങ്ങാം നമുക്ക് അല്ലെ. ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാരബിന്ദുവിൻ വദനം ചുവന്നു, പകലിൻ മാറിൽ ദിനകരകരങ്ങൾ പവിഴമാലികയിൽ അണിഞ്ഞു എന്ന് പോകുന്ന പാട്ടാണ്. അപ്പോൾ അതൊക്കെ പാടാൻ പറ്റിയൊരു സമയമാണ്. കുറച്ചുകൂടെ കഴിയണം. അപ്പോൾ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ചു വരുമ്പോഴാണ് ഇതിന്റെ ഭംഗി കാണുക. അപ്പോൾ നല്ല പ്രഭാതം നേർന്നുകൊണ്ട് മോർണിംഗ് വാക്കിൽ നമ്മൾ റെഡിയാണ്, നിങ്ങളും റെഡിയാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി മോർണിംഗ് വാക്കിലേക്ക് സ്വാഗതം. യെസ്, അപ്പോ വാക്ക് തുടരുകയാണ്. ഇവിടെ സൈഡിൽ ഒരു പബ്ലിക് ജിം ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഒരു കുറച്ച് ഇരുട്ടായുണ്ട്. സുപ്രഭാതം ഇങ്ങനെ പൊട്ടി വിടരുന്നതേ ഉള്ളൂ, നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ 2 വശത്തെയും കാഴ്ചകൾ, അങ്ങോട്ട് നോക്കണോ ഇങ്ങോട്ട് നോക്കണോ എന്ന് ഇതൊക്കെ മൊത്തം കാണുന്നുണ്ടാവുക. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യും. നമ്മൾക്ക് നല്ല ദൃശ്യങ്ങൾ ഇവിടെ കാണിച്ചു തരാം. അതിനായി നമ്മുടെ VS രാഹുലും വിനിൽ കാശിയും ഒക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. കാരണം അവർക്ക് ഇങ്ങനെ പകർത്താൻ, അവരിങ്ങനെ വെമ്പി നിൽക്കുകയാണ് ദൃശ്യങ്ങൾ പകർത്താൻ. അപ്പോൾ കുറച്ചൊന്ന് സമയം വെയിറ്റ് ചെയ്യണം. നല്ലൊരു പ്രകാശമൊക്കെ വരുമ്പോഴത്തേക്കും ഇതിന്റെ ഭംഗി പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചു തരും. അതെ, നമുക്ക് തൃശ്ശൂരിലേക്ക് പോയാലോ? ആദ്യ വാർത്തയിലേക്ക് അല്ലെ. കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട വാർത്തയാണ് അല്ലെ. കുഴൽപ്പണ കേസിൽ BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് 24നോട് അന്ന് നടത്തിയ ആ നിർണായക വെളിപ്പെടുത്തലിൽ പിന്നീട് വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു. അന്വേഷണ സംഘം ഇന്ന് തിരൂർ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്തുന്ന ദിവസമാണ്. ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് കേസിൽ തുടരന്വേഷണത്തിന് അനുമതി ലഭിച്ചതോടെയാണ് മൊഴിയെടുക്കുന്നത്. അന്വേഷണ സംഘം തൃശൂർ പോലീസ് ക്ലബ്ബിൽ പ്രത്യേക യോഗവും ചേരുന്നുണ്ട്. സൂരജിനോട് ചോദിക്കാം. സൂരജ് സജി അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. സൂരജ് സജി, ഗുഡ് മോർണിംഗ്. അപ്പോ ഇന്ന് ഒരു നിർണായക ദിനമാണ്. ഒരു തുടരന്വേഷണം ഈ കുടകര കുഴൽപ്പണ കേസിൽ ഉണ്ടാവുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ വെളിപ്പെടുത്തൽ, പുതിയ വെളിപ്പെടുത്തൽ 24ലൂടെ നടത്തിയ തിരൂർ സതീഷിന്റെ മൊഴിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് ഈ അന്വേഷണ സംഘം യോഗം ചേരുന്നുണ്ട്. നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ ഈ കേസ് അന്വേഷിച്ചപ്പോൾ തന്നെ മിസ് ചെയ്ത ചില ലിങ്കുകളുണ്ട്. അതൊക്കെ ഒന്നുകൂടി മനസ്സിലാക്കുക. വേറെ റൂട്ടിലേക്കായിരിക്കുമോ അന്വേഷണ സംഘത്തിന്റെ നീക്കം? പ്രജിൻ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായക നീക്കത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തലാണ് ഒരു തുടരന്വേഷണത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP ഓഫീസിലേക്ക് ചാക്കുകളിൽ കോടിക്കണക്കിന് രൂപ എത്തിച്ചുവെന്നായിരുന്നു തിരൂർ സതീഷ് 24നോട് നടത്തിയ വെളിപ്പെടുത്തൽ. ഈ പണം എത്തിച്ച കോഴിക്കോട് സ്വദേശി ധർമ്മരാജൻ BJP സംസ്ഥാന അധ്യക്ഷനുമായും
ജില്ലാ അധ്യക്ഷുമായും കൂടിക്കാഴ്ച നടത്തിയെന്നും 24 ധർമ്മരാജൻ വെളിപ്പെടുത്തി. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ ഒരു തുടരന്വേഷണത്തിന് ഉത്തരവിടുന്നത്. പിന്നീട് കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ കോടതിയിൽ നിന്ന് അനുമതി ലഭിച്ച പശ്ചാത്തലത്തിൽ ഇനി ദ്രുതഗതിയിൽ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തന്നെ ഈ തിരൂർ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയത്. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ 11 മണിക്കാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. അതിനോട് മുന്നോടിയായി തന്നെ അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം തൃശൂർ പോലീസ് ക്ലബ്ബിൽ ചേരുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും തുടർ നടപടികളുമായി മുന്നോട്ട് പോവുക. തിരൂർ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഈ മൊഴിയിൽ പരാമർശിക്കുന്ന ആളുകളെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ BJP സംസ്ഥാന അധ്യക്ഷനടക്കം വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്തേക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. സൂരജ് സജിയാണ് വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേർന്നത്. അപ്പോ പ്രജിൻ, എനിക്ക് വിവരിക്കാനാകുന്നില്ല ആരെയും. ഇതിനകത്ത് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടല്ലേ? ഞാനിത് ഫസ്റ്റ് ടൈമാണ്. കടമക്കുടിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ നേരിട്ട് ഇവിടെ എത്തുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ ഞാൻ അതിനൊരു വണ്ടറടിച്ച് നിൽക്കുകയാണ്. കാരണം രണ്ട് ഭാഗത്ത് ഇതുപോലെ വെള്ളക്കെട്ട്, കായല്, അതിന് നടുവിലൂടെ ഒരു റോഡ്, വല്ലാത്തൊരു വൈബാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും ഈ പറയുന്ന പോലെ കവിയും കലാകാരനും ഭാവഗായകനും ഒക്കെ ആക്കി മാറ്റുന്ന ഒരു പ്രകൃതിയാണ്. അവിടെ ഇവിടെ വെളിച്ചം കാണാം, വെള്ളം കയറുന്നത് കാണാം, അതുപോലെ തന്നെ നമുക്ക് ഈ വെള്ളത്തിൽ നിഴലുകൾ കാണാം. അവിടെ ഇവിടെയായി ചെറിയ ചെറിയ ഏറുമാടങ്ങൾ കാണാം. കടമക്കുടിയുടെ ഒരു പ്രത്യേകതയാണ് ഈ ഏറുമാടങ്ങൾ. എന്റെ കൂടെ ഉള്ളത് ഞാൻ തന്നെ കാവ്യാത്മകമായി ഇങ്ങനെ അവതരിപ്പിക്കുന്നത് ചോദിച്ചാണ്. അപ്പം നമുക്ക് എന്തായാലും നേരത്തെ സൂരജ് സജി പറഞ്ഞ കാര്യങ്ങളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തലാണ്. അതും 24-ലൂടെയാണ്. അപ്പോൾ ഈ കേസിന്റെ നാൾവഴികൾ നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് ഈ കേസ് ഡെവലപ്പ് ചെയ്തത്, ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, ഇനി എന്തൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് കേസിന്റെ നാൾവഴികളിൽ. 2021 ഏപ്രിൽ 4-നാണ് തൃശൂർ കൊടകരയിൽ വ്യാജ അപകടം സൃഷ്ടിച്ച് കാർ തട്ടിക്കൊണ്ടുപോയി 3.5 കോടി രൂപ കവർന്നത്. കേസിൽ 23 പേരെ അറസ്റ്റ് ചെയ്തു. 2021 പ്രാഥമിക അന്വേഷണം നടത്തിയ ED എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തത് 2023 മാത്രമായിരുന്നു. കള്ളപ്പണത്തിന്റെ ഉറവിടം കണ്ടെത്താൻ EDക്കായില്ല. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി 2024 മെയ്യിൽ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി തള്ളി. 2024 ഒക്ടോബർ 31-ന് BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് 24-ലൂടെ നടത്തിയ വെളിപ്പെടുത്തലുകളോടെയാണ് കൊടകര കുഴൽപ്പണ കേസ് വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ കത്തിപ്പടർന്നത്. 6 ചാക്കിലാക്കി RSS നേതാവ് ധർമ്മജൻ 9 കോടി രൂപയാണ് തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചതെന്നായിരുന്നു വെളിപ്പെടുത്തൽ. എത്ര പണം മണ്ഡലങ്ങളിൽ എവിടെയൊക്കെ വിതരണം ചെയ്തു, ആരൊക്കെ കൊണ്ടുപോയി എന്ന് കൃത്യമായി അറിയാമെന്നും സതീഷ് വ്യക്തമാക്കി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP കേരളത്തിലെത്തിച്ച കുഴൽപ്പണത്തിൽ 1 കോടി കെ സുരേന്ദ്രൻ തട്ടിയെടുത്തതായും സതീഷ് ആരോപിച്ചു. അതിനിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഹവാല ഇടപാടിലൂടെ എത്തിയ 41 കോടി 40 ലക്ഷം രൂപ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ BJPക്കായി വിതരണം ചെയ്തുവെന്ന ഇടനിലക്കാരൻ ധർമ്മജന്റെ മൊഴി പുറത്തുവന്നു. പുതിയ വെളിപ്പെടുത്തലുകൾ നിഷേധിച്ച് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും തൃശൂർ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറും രംഗത്തെത്തി. ആരോപണങ്ങൾ നിഷേധിച്ച ശോഭാ സുരേന്ദ്രൻ തിരൂർ സതീഷിനെ അറിയില്ലെന്നും പറഞ്ഞു. തുടർന്ന് ശോഭാ സുരേന്ദ്രൻ തന്നെ സന്ദർശിച്ചതിന്റെ തെളിവ് തിരൂർ സതീഷ് പുറത്തുവിട്ടു. നവംബർ 4-ന് DGP കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണത്തിന് നിയമോപദേശം നൽകി. അന്വേഷണ സംഘം നവംബർ ആദ്യവാരം തുടരന്വേഷണത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ നൽകി. ഇന്നലെ തുടരന്വേഷണത്തിന് ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയുടെ അനുമതി. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. റിസർച്ച് ഡെസ്ക് 24. അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ കമന്റ് ബോക്സിൽ ഹാജരാണ്. ഹസീന ഷാജി, സുജാത, നമ്മുടെ ഷൈനി ചിത്ര, സീന മുഹമ്മദ്, റോമി, അങ്ങനെ ഒരുപാട് പേര്, ജോസ് MS, സുലൈമാൻ അബ്ദുൽ ഖാദർ ഇവിടെ, മിനി ബാബു ചേച്ചി ഇവിടെ, ഇവരൊക്കെ ഇവിടെ പോയി കാണുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ PC ദിലീപ് മലബാർ വാലി എന്ന് പറയുന്ന വയനാടുകാരനാണ്. അപ്പോൾ അദ്ദേഹം ഒരു അഭിപ്രായം പറയുന്നുണ്ട്, പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ താമസിച്ച് പ്രവർത്തിക്കണം എന്നാണ്. അപ്പൊ നമുക്കിനി വയനാട്ടിലെ വാർത്തകളിലേക്കൊന്ന് പോവാം അല്ലേ? അതെ, ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് വയനാട്ടുകാർക്ക്. അപ്പോൾ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ്. വയനാടിന്റെ പ്രിയങ്കരി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന് ശേഷം പ്രിയങ്ക ഗാന്ധി MP-ആയി സത്യപ്രതിജ്ഞ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ സ്വന്തം മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. അത് ഇന്ന് എത്തുന്നു. ഒപ്പം രാഹുൽ ഗാന്ധിയും ഉണ്ട്. അപ്പോൾ ഇന്ന് വയനാട്ടുകാർക്ക് വലിയ ഉത്സവത്തിന്റെ ഒരു ദിവസം കൂടിയാണ്. ഇന്ന് എവിടെയാണ് പരിപാടി
ക്രിസ്റ്റീന. കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും ആദ്യ പരിപാടി 12 മണിക്ക് മണ്ഡലത്തിന്റെ ഭാഗമായ മുക്കത്താണ്. ഇരുവരുടെയും വരവാഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് പ്രവർത്തകർ. അഭിജിത്ത് മുഴക്കുന്നുണ്ട്. അഭിജിത്ത്, വെരി 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 ഗുഡ് മോർണിംഗ്. വയനാടുകാർക്കും ഇന്നത്തെ മോർണിംഗ് വളരെ സ്പെഷ്യലാണ്, അഭിജിത്തിനും സ്പെഷ്യലാണെന്ന് അറിയാം. അപ്പോൾ ഇന്ന് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും സഹോദരിയും സഹോദരനും ഒരേ പാർലമെന്റിലുള്ള MP-മാരായ സഹോദരനും അവിടെ എത്തുകയാണ്. അപ്പോൾ ഏത് രീതിയിലും അവരെ ഞെട്ടിക്കുന്ന സർപ്രൈസ് എന്ന് പറയാൻ പറ്റില്ല, ഞെട്ടിക്കുന്ന ഒരു സ്വീകരണം നൽകുക എന്നതാണ് വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും ഒക്കെ ആഗ്രഹമെന്ന് മനസ്സിലാക്കുന്നു. എന്തായിരിക്കും ഇന്നത്തെ പരിപാടികൾ? കൃഷ്ണ പ്രജിൻ, വലിയ ആവേശത്തിൽ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരുള്ളത്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പ്രിയങ്ക ഗാന്ധി എത്തുകയാണ്, ഒപ്പം രാഹുൽ ഗാന്ധിയുമുണ്ട്. നേരത്തെ തന്നെ വിജയത്തിന് ശേഷം എക്സിൽ ട്വീറ്റ് ചെയ്തതാണ് വയനാട്ടുകാരുടെ സ്നേഹത്തിന് നന്ദി. പ്രചാരണ വേളയിൽ ഉടനീളം താൻ അനുഭവിച്ച സ്നേഹം, അത് വയനാട്ടുകാർ നൽകിയ ആ ഒരു പ്രത്യേക ഇഷ്ടം, അതിനൊക്കെ നന്ദി അവർ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം എക്സിൽ കുറിച്ചിരുന്നു. ഏതായാലും അതിനുശേഷം അവർ എത്തുകയാണ്. അത് ആഘോഷമാക്കാനുള്ള, കളറാക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്, UDF പ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്, ക്രമീകരിച്ചിട്ടുണ്ട്. അവർ അതിനായി ഒരുങ്ങിയിട്ടുണ്ട്. ഇന്ന് മുക്കത്തേക്കാണ് ആദ്യമായി പ്രിയങ്കയും രാഹുലും എത്തുന്നത്. തിരുവമ്പാടി മണ്ഡലത്തിലെ മുക്കത്ത് ഉച്ചയ്ക്ക് 12 മണിക്കാണ് പൊതുയോഗം. അതിനുശേഷം കരുളായി, വണ്ടൂർ, എടവണ്ണ ഈ 3 ഇടങ്ങളിലും പൊതുയോഗമുണ്ട്. ഇവിടെയൊക്കെ പരമാവധി പ്രവർത്തകരെ എത്തിക്കുക, UDF പ്രവർത്തകരെ എത്തിക്കുക, പ്രിയങ്ക ഗാന്ധിയുടെ ആ ഒരു വരവിനെ ആഘോഷമാക്കുക. ഇത് തന്നെയാണ് UDFന്റെ ലക്ഷ്യം. അതായത് ഇന്ന് 2 മേഖലകളിലായാണ് പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനം. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലേക്ക് പ്രിയങ്ക ഗാന്ധി ഇന്നെത്തും. നാളെയാണ് വയനാട്ടിലേക്ക് കടക്കുന്നത്. വയനാട്ടിൽ ആദ്യം മാനന്തവാടി, പിന്നീട് സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ ഈ 3 ഇടങ്ങളിലായാണ് പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ, പ്രിയങ്ക ഗാന്ധിയുടെ ഈ പൊതുയോഗങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ 2 ദിവസങ്ങളിലായി ഈ പ്രവർത്തകരെ കാണുക, വോട്ടേഴ്സിനെ കാണുക, വയനാട് മണ്ഡലത്തിലെ ജനങ്ങളെ കാണുക, അവരുമായി സംവദിക്കുക, അവർക്ക് തന്റെ നന്ദി അറിയിക്കുക. ഇതാണ് പ്രിയങ്കയുടെ ഈ വരവ്. ആ വരവിനെ ആഘോഷമാക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ ഒരുങ്ങിയിട്ടുണ്ട്. എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ ഈ പ്രചാരണ വേളകളിലൊക്കെ വലിയ രീതിയിൽ താൻ എങ്ങനെയാണ് ഈ മണ്ഡലത്തിൽ ഉണ്ടാവുക, മണ്ഡലത്തിലെ തൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരുന്നു. അങ്ങനെ ആ പ്രിയങ്ക ഗാന്ധിയെ രാഹുൽ ഗാന്ധിയേക്കാൾ ഭൂരിപക്ഷത്തിൽ നൽകി ജനങ്ങൾ വിജയിപ്പിച്ചു. ഇനി എങ്ങനെയാണ് താൻ മുന്നോട്ട് പോവുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഈ ഇടങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കും. അവരുടെ പ്രസംഗം ഏത് രീതിയിലായിരിക്കും, ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഉള്ള പ്രസംഗം എങ്ങനെയായിരിക്കും എന്നുള്ളതിലൊക്കെ ആകാംക്ഷ എല്ലാവർക്കുമുണ്ട്, പ്രവർത്തകർക്കുണ്ട്. ഏതായാലും എല്ലായിടത്തും പ്രവർത്തകർ ആഘോഷത്തിലാണ്, ആഹ്ലാദത്തിലാണ്. പ്രിയങ്ക ഗാന്ധി ഇന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങും. തുടർന്ന് തിരുവമ്പാടി മുക്കത്തെ ആദ്യത്തെ പൊതുയോഗത്തിൽ പങ്കെടുക്കും. ശരി അഭിജിത്ത്, ആഘോഷത്തിന്റെ ഭാഗമാകുക, അതിന്റെ ഏറ്റവും പുതിയ ആവേശത്തിന്റെ ഓരോ സ്പന്ദനവും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു അഭിജിത്ത്. ഇനി നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. കൊല്ലത്തേക്കാണ്. അപ്പോൾ CPM-ന് ഒരു കീറാമുട്ടിയായി അല്ലെങ്കിൽ ഒരു പുതിയ തലവേദനയായി കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് അകത്ത് വരുന്ന പുതിയ പ്രശ്നങ്ങൾ, അത് ഇന്നൊരു പരിഹാരം ഉണ്ടാകുമോ എന്നൊക്കെ കണ്ടറിയാം. കാരണം ഇന്നൊരു പ്രത്യേക യോഗം കൊല്ലത്ത് ചേരുന്നുണ്ട്. കുലശേഖരപുരത്താണ് ചേരുക. പ്രത്യേകിച്ച് നമ്മൾക്ക് അറിയാം, അവിടെ കയ്യാങ്കളി ഉണ്ടായതും സംസ്ഥാന നേതാക്കൾ വന്നപ്പോൾ അവരെ പൂട്ടിയിട്ടതും, പിന്നീട് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിലെ അംഗങ്ങളെല്ലാം ചേർന്ന് ഒരു പ്രതിഷേധ മാർച്ച് നടത്തുകയും അതിൽ പല കാര്യങ്ങളും ഉന്നയിക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ അതെല്ലാം സംസ്ഥാന നേതൃത്വം വളരെ ഗൗരവമായി കാണുന്നുണ്ട്. ഇന്ന് ഈ യോഗത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ പരിഹാരമായി മുന്നോട്ട് പോകാൻ സമവായമൊക്കെ ഉണ്ടാകുമോ എന്നാണ് ഇന്ന് അറിയേണ്ടത്. അതെ, കൊല്ലത്ത് നിന്ന് അരുൺരാജാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. അരുൺരാജ്, വെരി 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 ഗുഡ് മോർണിംഗ്. സാധാരണ നമ്മൾ ഈ സ്കൂളിൽ ചെറിയ ക്ലാസ്സുകളിലൊക്കെ വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ പ്രിൻസിപ്പൽ നേരിട്ട് ഇടപെടാറില്ല. പക്ഷേ ഇപ്പോൾ സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ, ഒരു താഴേക്കിടയിലുള്ള കമ്മിറ്റിയിലുണ്ടായ പ്രശ്നങ്ങളിൽ സംസ്ഥാന നേതൃത്വം നേരിട്ടിടുന്നു, സംസ്ഥാന സെക്രട്ടറി നേരിട്ടെത്തുന്നു. അപ്പോൾ ഒരു പരിഹാരം ഉണ്ടാകാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? ക്രിസ്റ്റീന പ്രജിൻ, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ അധ്യാപകന് തെറ്റുപറ്റി എന്നുള്ളതാണ് പ്രധാനമായും അവിടുത്തെ വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ മുകളിൽ നിന്നുള്ള ഇടപെടൽ ഇഘട്ടത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്രിൻസിപ്പൽ നേരിട്ടെത്തുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയുന്നു ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനെ നേരിട്ട് ഇക്കാര്യത്തിൽ പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് കൊല്ലം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ യോഗങ്ങളിൽ ശ്രദ്ധയാവുന്നത്. കാരണം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് തന്നെ പൂർണ്ണമായും പ്രശ്നങ്ങളുണ്ട്. അവിടെ ഏരിയ നേതൃത്വത്തിനാണ് പ്രശ്നമെന്നാണ് അവിടുത്തെ തന്നെ CPM-ന്റെ പ്രവർത്തകർ ഇപ്പോൾ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ അത് CPM-ന്റെ സമീപകാല ചരിത്രത്തിൽ ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. വിഭാഗീയതയുടെ കാലത്ത് പോലും ഇത്രയധികം പ്രശ്നങ്ങളോ ഇത്രയധികം രൂക്ഷമായ കയ്യാങ്കളിയോ ഉണ്ടായിട്ടില്ല.
സമ്മേളനങ്ങളിലടക്കം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് CPM-നെ ഞെട്ടിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടറിയുടെ ശേഷം നേരിട്ട് തന്നെ സംസ്ഥാന സെക്രട്ടറി കൊല്ലത്തെത്തി ഇക്കാര്യങ്ങളിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത്. പാർട്ടി സമ്മേളന കാലയളവായതിനാൽ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സാധാരണഗതിയിൽ സമ്മേളന കാലയളവിൽ നേതാക്കന്മാർക്കെതിരെയോ പ്രവർത്തകർക്കെതിരെയോ നടപടി എടുക്കുന്ന ശീലം CPM-നില്ല. ഒരുപക്ഷെ ഇന്ന് നടപടി ഉണ്ടായാൽ അത് അസാധാരണപരമായ നടപടിയായി അതിനെ കാണേണ്ടി വരും. മറ്റൊന്ന്, ഈ വിമത വിഭാഗത്തെയും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളും അത് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു പ്രശ്ന പരിഹാരത്തിനുള്ള ശ്രമം കൂടി CPM സംസ്ഥാന നേതൃത്വം ആരായുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം വിജയകരമാകും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിനാണ് പ്രശ്നം എന്നുള്ളതാണ് പ്രധാനമായി ഉയരുന്ന ആരോപണം. അതുകൊണ്ട് തന്നെ ഈ നമുക്ക് പറയാം ആനയുടെ വിലങ്ങിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതിനെ തളയ്ക്കാൻ അത് എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം സ്വാഭാവികമായി നിൽക്കുന്നു. അതുപോലെ അത് തന്നെയാണ് കരുനാഗപ്പള്ളിയെ സംബന്ധിച്ചുള്ളത്. അത് കഴിഞ്ഞ ഏറെക്കാലമായി ഉണ്ട്. അതുകൊണ്ട് അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക. കാരണം സംസ്ഥാന സമ്മേളനം അടക്കം കൊല്ലത്ത് നടത്തേണ്ടതാണ്. ആ പ്രശ്നമെല്ലാം കണ്ടുകൊണ്ടായിരിക്കും സംസ്ഥാന സെക്രട്ടറി ഇന്ന് ഇക്കാര്യത്തിൽ നിലപാടെടുക്കുക. പ്രത്യേക യോഗങ്ങൾ ഇന്ന് കൊല്ലത്ത് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇന്ന് തന്നെ പ്രശ്ന പരിഹാരം സാധ്യമാക്കിയിട്ടേ അദ്ദേഹം മടങ്ങൂ എന്നുള്ളതാണ് ഇന്നലെ മാധ്യമപ്രവർത്തകരോട് തിരുവനന്തപുരം സംസാരിച്ചപ്പോഴും വ്യക്തമാക്കിയത്. ശരി, അരുൺരാജാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും കൊല്ലം ഒരു പസിലായി നിൽക്കുകയാണ് CPM-ന് മുന്നിൽ. അപ്പോൾ സംസ്ഥാന നേതൃത്വം തന്നെ നേരിട്ട് ഇടപെടുകയാണ്. പിന്നിലൊരാൾ വാർത്തകൾ അറിയണമെന്ന് തോന്നുന്നു. രാവിലെ തന്നെ നമ്മൾ വന്നിട്ടുണ്ട്. ഹലോ പോവാം വാ. അപ്പോ നമ്മുടെ ഇപ്പോൾ ഒരു നായയുടെ പ്രകൃതിയുടെ എല്ലാ ഭംഗിയുണ്ട്. അവിടെ ഇവിടെയും കിളികളുണ്ട്, കാക്കകളുണ്ട്. അതേപോലെ അതെ വിളിക്കാതെ വന്നതാണ്. അപ്പൊ ഞങ്ങൾ നിൽക്കുന്ന ഈ വശം എന്ന് പറയുന്നത് കടമക്കുടിയിലെ നടപ്പാതയാണ്. ഇതിന്റെ മറുവശം ഒരു പിടി നിരനിരയായുള്ള തട്ടുകടകൾ കാണും. അപ്പൊ തട്ടുകടകൾക്കൊക്കെ രസകരമായ പേരുമുണ്ട്. തീരം തട്ടുകട, സ്പൈസി കടമക്കുടി കട്ടൻസ്, അങ്ങനെ ഒരുപാട് രസകരം. അതിങ്ങനെ നിരയായി നിൽക്കുന്ന തട്ടുകടയാണ്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും, എവിടെ നിന്ന് സോഡ കുടിക്കണം, എവിടെ നിന്ന് ചായ കുടിക്കണം എന്നൊക്കെ. അപ്പൊ ഈ തട്ടുകടകളൊക്കെ പതുക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. അവിടെ ഒരു ചേച്ചി ഒരു തട്ടുകട, ഒരു ടൂറിസം സ്പോട്ട് തന്നെയാണ്. അപ്പോൾ ഒരുപാട് അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ആ സൗകര്യങ്ങളുടെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ സുഹൃത്ത് നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട്. വാർത്തകൾ അറിയാനാണെന്ന് തോന്നുന്നു. ചേച്ചിയെ കൃത്യമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇത്രയും വാർത്താബോധമുള്ള നായകളുമുണ്ട് എന്ന് അറിയുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു തെരുവ് നായ പ്രശ്നമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും പ്രസിഡന്റ് പുറകിൽ ഇങ്ങനെ നടക്കുന്നത്. നമുക്ക് ഈ BJP-യിൽ എന്താ സംഭവിക്കുന്നതെന്നൂടെ നോക്കാം. BJP സംസ്ഥാന സംഘടനാ പർവ്വം അല്ലേ ഇന്ന് ചേരുകയാണ്. അതെ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട. തിരുവനന്തപുരത്ത് രാവിലെ 11 മണിക്കാണ് ഈ യോഗം ചേരുന്നത്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അടക്കമുള്ളവർ പങ്കെടുക്കും. അപ്പോൾ അവിടെയും ഈ പറഞ്ഞതുപോലെയുള്ള തെരഞ്ഞെടുപ്പ് അവലോകനം, എവിടെ പോയി, എവിടെ കുറഞ്ഞു, പെട്ടി പൊട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ള അവലോകനമൊക്കെ ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിയുന്നത്. കടമക്കുടിയിൽ നിന്നുള്ള ഒരു സുപ്രഭാത കാഴ്ചകളിലൂടെയാണ് നമ്മളിങ്ങനെ മോർണിംഗ് വാക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സീരിയസ് ആയിട്ടുള്ള വാർത്തകളും നമ്മൾ അതിനിടെ പ്രേക്ഷകരെ അറിയിക്കുന്നുണ്ട്. ഇവിടെ പരിസരത്ത് നിന്ന് ഈ ബ്ലൂടൂത്ത് സ്പീക്കറിൽ നിന്ന് പാട്ടുകളൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേ? ആണെന്നാണ് എൻ്റെ ഒരു അനുമാനം, എൻ്റെ പ്രാഥമിക നിഗമനം വെച്ചിട്ട് നമുക്കത് ചോദിച്ചു കണ്ടുപിടിക്കാം. നമുക്ക് വാർത്തയിലേക്കൂടെ പോയാലോ? അതെ, തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്നുള്ളത് ഈ ക്ഷേമ പെൻഷൻ അനർഹമായി കൈപ്പറ്റിയ ആ സംഭവം. അത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിൽ കർശനമായ നടപടിയിലേക്ക് ധനവകുപ്പ് സർക്കാർ കടക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത. എന്നാൽ ഉടൻ ഈ ഉദ്യോഗസ്ഥർക്ക്, അതായത് അനധികൃതമായി ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകാൻ ധനവകുപ്പ് നീങ്ങുന്നു. സാങ്കേതിക പിഴവ് മൂലമാണോ അതോ ബോധപൂർവം അപേക്ഷിച്ചത് കൊണ്ടാണോ ഈ പെൻഷൻ ലഭ്യമായത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. അതെല്ലാം പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് അല്ലേ? ശരി, തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാറാണ് ചേരുന്നത്. അജീഷ്, വെരി 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 ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ പറയുന്ന പോലെ പ്രജൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അതൊരു സാങ്കേതിക പിഴവാണെങ്കിൽ നമുക്കത് സഹിക്കാവുന്ന കാര്യമാണ്. പക്ഷെ അതല്ല എന്നുണ്ടെങ്കിൽ ഗസറ്റഡ് ഓഫീസേഴ്സ് അടക്കം ഈ പറയുന്ന പെൻഷൻ പറ്റിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് പല അത്യാവശ്യങ്ങൾക്കും ഉപയോഗിക്കേണ്ട കുഞ്ഞു തുകകളാണ് ഈ പറയുന്ന ഗസറ്റഡ് ഓഫീസേഴ്സ് BMW-ലൊക്കെ പോകുന്നവർക്ക് പോലും ഇത് കിട്ടിയെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അയ്യേ എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇവിടെ ഏത് തരത്തിലുള്ള ഒരു പരിശോധനയാണ് നടക്കാൻ പോകുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നതിനെ കുറിച്ച് ഏതെങ്കിലും രൂപം കിട്ടുന്നുണ്ടോ ഇപ്പോൾ?
ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന പ്രജിൻ. എന്തായാലും ഈ സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചോദ്യം ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളതാണ്. കാരണം ഒരു സാധാരണക്കാരന് ഒരു പെൻഷന് അർഹത കിട്ടണമെങ്കിൽ അതിൽ പല ഘടകങ്ങൾ കടക്കേണ്ടി വരും. കാരണം ഒരു പഞ്ചായത്ത് തലത്തിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫീൽഡ് അസിസ്റ്റന്റ് അവിടെ പോയി വെരിഫിക്കേഷൻ നടത്തണം. അതിനുശേഷം വില്ലേജ് ഓഫീസർ അവരുടെ വരുമാനം സർട്ടിഫിക്കറ്റ് ചെയ്യണം. അതുകൂടാതെ ഈ വില്ലേജ് ഓഫീസർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പഞ്ചായത്ത് സെക്രട്ടറി ഈ സർക്കാരിന് ഈ പട്ടികയിലേക്ക് അർഹരായവരുടെ ലിസ്റ്റ് നൽകുന്നത്. ഇങ്ങനെ വളരെയധികമുള്ള കടമ്പകൾ കടന്നു വേണം ഈ പെൻഷൻ സ്കീമിൽ ഓരോരുത്തർക്ക് പങ്കെടുക്കാം. പക്ഷേ ഇത്രയും വലിയൊരു കടമ്പകൾ കടന്ന് ഇങ്ങനെ പണക്കാരും BMW കാറുള്ളവരും AC കാറുള്ളവരും 2000 സ്ക്വയർ ഫീറ്റിൽ വിസ്തീർണം വീട് ഉള്ളവരടക്കമുള്ളവർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടത് എങ്ങനെയെന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. നിലവിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിജിലൻസ് നിലവിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ആയിരിക്കും ഇത് അന്വേഷിക്കുക. ഈ കോട്ടക്കൽ നഗരസഭയിലെ ഈ 7ാം വാർഡിൽ മാത്രമായിരിക്കില്ല, സംസ്ഥാനം ഒട്ടാകെ വിജിലൻസിന്റെ പരിശോധനയുണ്ടാകും. 2023 CNIG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടി സംസ്ഥാനത്തെ പല പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളിലും പരിശോധന നടത്തും. എങ്ങനെയാണ് ഈ ഉദ്യോഗസ്ഥർ ഇതിന് കൂട്ടുനിന്നത്, ഇത്തരക്കാർ എങ്ങനെയാണ് ഇതിൽ ഇടം പിടിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. മാത്രമല്ല ഇത്തരത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ബോധപൂർവമാണെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവും. അവരുടെ സ്വത്ത് കെട്ടിയെടുക്കുന്നതടക്കമുള്ള നടപടിയിലേക്ക് കടക്കാനാണ് വിജിലൻസിന്റെ നീക്കം. എന്തായാലും അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ഇവർക്ക് വിശദീകരണം ചോദിച്ചുകൊണ്ട് നോട്ടീസ് അയക്കും. ഇവർക്ക് അബദ്ധത്തിൽ പറ്റിയതാണെങ്കിൽ അത് അത്തരത്തിലുള്ള ചെറിയ നടപടികളിൽ ഒതുങ്ങും. അല്ലെങ്കിൽ അവർക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാകുമെന്നാണ് വിജിലൻസ് പറയുന്നത്. എന്തായാലും സർക്കാരും ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഏറ്റവും സാധാരണക്കാർ ആശ്രയിക്കുന്ന അവരുടെ ഒരു സഹായം കൂടിയാണ് ഈ ക്ഷേമ പെൻഷൻ ഇത്തരക്കാർ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. ശരി അജീഷ്, എന്തായാലും അബദ്ധമാണെങ്കിൽ ക്ഷമിക്കും, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ക്ഷമയും ഉണ്ടാവില്ല, കർശന നടപടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇനിയിപ്പോ സാങ്കേതിക പിഴവാണെങ്കിൽ പോലും ക്രിസ്റ്റീന, അതിനകത്തേക്ക് നമുക്ക് അനധികൃതമായി നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു പണം വന്നു കഴിഞ്ഞാൽ ഇത് എന്തിന് വന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കില്ലേ? ചിലപ്പോൾ കാശ് കൂടുതലായതുകൊണ്ട് ചെറിയ തുകയൊന്നും അറിയുന്നുണ്ടാവില്ലായിരിക്കും. എങ്കിലും ഒരു ചെറിയ തുക അത് ഓഡിറ്റ് ചെയ്യപ്പെടുന്നതാണ്. അത് മാത്രമല്ല എങ്ങനെ ഈ സാങ്കേതിക പിഴവ് ഉണ്ടാവുന്നു എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. പല ഘട്ടങ്ങളിൽ ഓഡിറ്റ് ചെയ്യപ്പെടുന്ന സംഭവമാണ്. നമുക്കറിയാം, ഈ പറയുന്ന സാധാരണക്കാര് ഈ ഒരു പൈസ കിട്ടിയിട്ട് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന കുഞ്ഞു തുകയാണ്. അതിൽ നിന്നൊക്കെ ഈ പറയുന്ന കൈയിട്ടുകാരൻ എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റും. അപ്പൊ എന്തായാലും കർശനമായ നടപടി അതിലുണ്ടാവട്ടെ എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ വളരെ ശാന്തമായ കാലാവസ്ഥ, വളരെ ഭംഗിയുള്ള കാലാവസ്ഥ, ശാന്തമായി നമ്മുടെ കൊച്ചിക്കായൽ ഇങ്ങനെ ഒഴുകുന്നുമുണ്ട്. പക്ഷേ തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കാലാവസ്ഥയിൽ പ്രശ്നങ്ങളുണ്ട്. അവിടെ 7 ജില്ലകൾ എനിക്ക് തോന്നുന്നു റെഡ് അലർട്ടാണ്. പറഞ്ഞു വരുന്നത് ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് ഇങ്ങനെ വീശി അടിക്കുന്നുണ്ട്. വലിയ വേഗമില്ലെങ്കിൽ കൂടി അത് തീരത്തേക്ക് അടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചില ജാഗ്രതയുണ്ട്, അതവിടെ ഉണ്ട്. അപ്പോൾ എന്താണ് നിലവിൽ ചെന്നൈയിലെയും സമീപ ജില്ലകളിലേക്ക് അവസ്ഥ എന്നറിയേണ്ടതുണ്ട്. മുഹമ്മദ് റഹീസ് തയ്യാറായി നിൽക്കുന്നുണ്ട് അവിടെ. റഹീസ്, നമ്മൾ ഒരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം തരുന്നയാളാണ്. ഒരു വെരി ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ 2 വെരി ഗുഡ് മോർണിംഗ് ആയിട്ട്. അപ്പോൾ റഹീസെ, വെരി 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 ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെന്നൈയിലും ഇന്നൊരു നല്ല മോർണിംഗ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. പല ജില്ലകളിലും അവിടെ അലേർട്ട് നൽകിയിട്ടുണ്ട്, പല മുന്നറിയിപ്പുകളും എല്ലായിടത്തും നൽകിയിട്ടുണ്ട്. ചെന്നൈ സജ്ജമാണോ ഇത്തരത്തിലൊരു ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് തീരം തൊട്ടാൽ? നല്ല മഴയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. മഴയത്താണോ? വെരി ഗുഡ് മോർണിംഗ് അല്ല എനിക്ക് തോന്നുന്നു റഹീസിന്, ഇന്ന് കുറച്ച് പണി പേടും. ഇന്ന് ഞാൻ ഒരു ഗുഡ് മോർണിംഗ് പോലും പറയില്ല. കാരണം രാവിലെ മുതൽ നല്ല മഴയാണ്. ഇന്നലെ രാത്രിയുമൊക്കെ അത്യാവശ്യം നല്ല ശക്തമായിട്ടുള്ള മഴ തന്നെ ചെന്നൈയിൽ പെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ പ്രതീക്ഷിക്കപ്പെട്ടതാണ്. കാരണം ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് ഇന്ന് തമിഴ്നാട് തീരം തൊടും എന്നുള്ള കാര്യമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ എപ്പോൾ തീരം തൊടും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും, പ്രധാനമായും വൈകിട്ടോടെയൊക്കെ ഒരു 4 മണിക്കൊക്കെ ശേഷം പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചുഴലിക്കാറ്റിൻ്റെ കടലിലുള്ള ഒരു വേഗത അത്തരത്തിലാണ്. കാരണം ഇന്നലെ 15 km/h ആയിരുന്ന വേഗത ഇന്ന് 6 km ആയി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ തരത്തിലൊരു ആശ്വാസം കൂടി അത് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. ഇതിൻ്റെ തീവ്രത കുറയും എന്നുള്ളൊരു വിവരം കൂടി പല കോണുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പക്ഷേ ജാഗ്രതയ്ക്ക് ഒട്ടും കുറവില്ല, ഒപ്പം തന്നെ മഴയ്ക്കും കുറവില്ല. ചെന്നൈ ഉൾപ്പെടെയുള്ള 7 ജില്ലകളിലാണ് നിലവിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഓരോ 2 മണിക്കൂറും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ മുന്നറിയിപ്പ് പുതുക്കാറുണ്ട്. ആ 2 മണിക്കൂറിലേക്കുള്ള മുന്നറിയിപ്പാണ് നൽകാറുള്ളത്. അത് പ്രകാരം നിലവിൽ തമിഴ്നാട്ടിൽ എവിടെയും റെഡ് അലേർട്ട് ഇല്ല. മറിച്ച് 4 ജില്ലകളിൽ ചെന്നൈയും ചെങ്കൽപ്പെട്ടും ഒക്കെ അടക്കമുള്ള 4
ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് ഉള്ളത്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അതിശക്തമായ മഴ തമിഴ്നാട്ടിൽ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. കാര്യം രാവിലെ മുതൽ തന്നെ കാറ്റ് ആഞ്ഞു വീശുന്നുണ്ട്, ഒപ്പം തന്നെ മഴ അതിശക്തമായിട്ടുണ്ട്. ഈ കടലോര മേഖലയിലൊക്കെ താമസിക്കുന്നവരുടെ കാര്യം വളരെ കഷ്ടമാണ്. നിരവധി പേർ ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സർക്കാരിൻ്റെ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ ഒരുങ്ങിയിട്ടുണ്ടെങ്കിലും അങ്ങോട്ടല്ല, മറിച്ച് ബന്ധുവീടുകളിലേക്കൊക്കെയാണ് കൂടുതൽ പേരും മാറിയിട്ടുള്ളത്. ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ ഓപ്പൺ കിച്ചൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഗതാഗത സംവിധാനത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോഴുള്ള ഈ ഓൾഡ് മഹാബലിപുരം റോഡ് ഉച്ചയ്ക്ക് ശേഷം അടയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ 12 വിമാനങ്ങളാണ് ഇപ്പോൾ നിലവിൽ റദ്ദ് ചെയ്തിട്ടുള്ളത്. മറ്റ് വിമാനങ്ങളൊക്കെ തന്നെയും വൈകും, ചിലതൊക്കെ അനിയന്ത്രണമായി വൈകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മെട്രോ സർവീസുകൾ ഇന്ന് കൃത്യമായി തന്നെ നടക്കുമെന്ന് പറയുന്നു. സർക്കാർ ബസ്സിൻ്റെ സർവീസുകൾ, പൊതുഗതാഗത സംവിധാനങ്ങളൊക്കെ കൃത്യമായി നടക്കുമെന്ന് പറയുമ്പോഴും ഉച്ചയ്ക്ക് ശേഷമുള്ള സ്ഥിതി എന്താകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് ഏത് തരത്തിലാകും ആഞ്ഞടിക്കുക, അതിൻ്റെ വേഗതയിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്, അത് ഏതൊക്കെ തരത്തിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ചെറിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രജിൻ, ക്രിസ്റ്റീന. ശരി, എന്തായാലും അവിടെ ദുരന്തം ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. എന്തായാലും മുന്നറിയിപ്പുകൾ ഉള്ളതുകൊണ്ട് ഒരു പരിധിവരെ സജ്ജമാണ് എന്ന വാർത്തയാണ് മുഹമ്മദ് റഹീസ്. അൺപ്രഡിക്റ്റബിൾ ആണ് അതിന്റെ സൈക്ലോൺ. ഇത്തവണത്തെ ഈ ഫിഞ്ചാൽ സൈക്ലോണിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ബംഗാളൂരുക്കിലെ ആ പ്രഭവസ്ഥാനത്ത് നിന്നും അത് വടക്ക് പടിഞ്ഞാറൻ മേഖലയിലേക്ക് നീങ്ങുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നല്ല ചെന്നൈയിലേക്ക് അടുക്കുന്നു. സ്വാഭാവികമായിട്ടും അതിന്റെ പ്രഭാവം മറ്റിടങ്ങളിലേക്ക് ഉണ്ടാവും. മഴ എന്തായാലും ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ ഉറപ്പിക്കാവുന്നത്. ചെന്നൈക്കാരെല്ലാം വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കുക. നമ്മുടെ വിനോദ് നായർ എന്ന് പറയുന്ന ചേട്ടൻ ചെന്നൈയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ചേട്ടനൊക്കെ ജാഗ്രതയായി ഇരിക്കുക. നമുക്ക് ബാക്ക് ടു കേരള. നമ്മുടെ കാലാവസ്ഥ നമുക്ക് എന്താണ് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് അല്ലെ ഇല്ലേ എന്നൊക്കെ അറിയണ്ടേ. കേരള തീരത്ത് ഇന്ന് മീൻപിടുത്തത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അപ്പോൾ കേരള തീരത്ത് ഇന്ന് മീൻ പിടിക്കാൻ പോകരുത്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ നിയന്ത്രണമുണ്ട്. തെക്കൻ കേരള തീരത്ത് 55 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. കടലിൽ പോയ മീൻപിടുത്ത തൊഴിലാളികൾ എത്രയും പെട്ടെന്ന് മടങ്ങിയെത്തണമെന്ന നിർദ്ദേശം കൂടിയുണ്ട്. സംസ്ഥാനത്ത് പ്രത്യേക മഴ മുന്നറിയിപ്പുകളില്ല എന്നത് ആശ്വാസമാവുകയാണ്. ക്രിസ്റ്റീന, മറ്റൊരു കാര്യം പറയട്ടെ. അതായത് മീൻപിടുത്തത്തിന് കേരള തീരത്ത് വിലക്കുണ്ട്. പക്ഷേ ഈ വിലക്കൊന്നും ബാധകമല്ലാത്ത ഒരാൾ കാണിച്ചു തരട്ടെ. ദോ അവിടെ കണ്ടോ, മീൻ പിടിക്കാൻ തയ്യാറായി. ഇനിയിപ്പം അതൊരു മീൻപിടുത്തത്തിനുള്ള തയ്യാറെടുപ്പാണോ വല്ല ധ്യാനമാണോ എന്ന് തോന്നുന്നു. ഒന്നല്ല, അത് അവിടെ ഓരോ കുറ്റികളിൽ ഓരോരുത്തർ ഇരിപ്പുണ്ട്. ദേശാടന പക്ഷികളിൽ ഒന്നാണെന്ന് സംശയമുണ്ട് അല്ലേ? കടമക്കുടിയിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ദേശാടന പക്ഷികളെ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ചില കിളികൾ നമുക്കറിയാം വളരെ ഡിസിപ്ലിൻ ആയിട്ട് ഇങ്ങനെ ലൈനായിട്ടൊക്കെ പറക്കുന്ന കിളികളുണ്ട്. ചില കിളികളൊക്കെ അതിന്റെ ഇടയ്ക്ക് കുറെ നേരമായിട്ട് ഇങ്ങനെ എനിക്കൊന്ന് മിനിറ്റുകളായി അതേ നിൽപ്പാണ്. കഴുത്ത് മാത്രം കാണുന്നില്ലേ 1-2 പേരുടെ അവിടെ ഇവിടെയൊക്കെ കണ്ടോ, കഴുത്ത് മാത്രം കാണാം. അതെ, അവരുടെ ജോലി അവർ തുടങ്ങിയിട്ടുണ്ട്. മീൻപിടുത്തൊന്നും അവർക്ക് യാതൊരു വിലക്കുമല്ല. അവർ ആ രീതിയിൽ മീൻ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകർ കമന്റിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന്, നമ്മുടെ കൂടെ ഇപ്പൊ നമുക്ക് 2 സുഹൃത്തുക്കളെ കിട്ടി. നായ വന്നു, അവൻ എവിടുന്നോ പോയിട്ട് ഒരാളെ കൂടെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സീന മുഹമ്മദ് പറയാ, സീന മുഹമ്മദിന്റെ മകനെ അറിയാമോ, വാലന്റീനോ അറിയാം. അപ്പൊ വാലന്റീനോ അവിടെ ഇരുന്നിട്ട് ഈ നായയെ ഓടിക്കുക. ചുമ്മാ ഒന്നുമല്ല, നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണെന്നാണ് പറയുന്നത്. ദേ വഴി പോകുന്ന എല്ലാ നായകനെ വിളിച്ചുകൊണ്ട് തന്നെ എന്താ മനുഷ്യ, ഇതിനെ ഓഫീസിലും കൊണ്ടുപോകുമോ? മൈക്ക